ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ മണി ഏണിംഗ് ചലഞ്ചിൻ്റെ 10ാമത്തെ ദിവസം ഉണ്ടോ. അതവേ കത്തുളണേ. ഫാദർ ഗുഡ് മോർണിംഗ്. ഫാദർ, എനിക്ക് അവിടുത്തെ കറണ്ട് ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചിട്ടേക്കാവോ? ഗൈസ്, ഊബർ ഞാൻ ഓണാക്കിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചിട്ടാ. പിന്നെ മച്ചാമാരെ, ഇന്ന് നമ്മുടെ ഏണിംഗ് ചലഞ്ചിൻ്റെ 10ാമത്തെ ദിവസം ഉണ്ടാ. ബാക്കി പിന്നെ പറയാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. യാ ഗൈസ്, ഇന്ന് സമയം 6:30 മണിക്ക് ഞാൻ ഇറങ്ങിയേക്കണേണ്ട. കാരണം നമുക്ക് ഇന്നൊരു 8:30 മണിയൊക്കെ ആകുമ്പേ നേരെ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇടുക്കിയിലേക്കൊരു ട്രിപ്പ് ഉണ്ട്. സോ 6:30 മണിക്ക് ഞാൻ ഇറങ്ങിയേക്കണത്. ഇവിടെ നിന്ന് ട്രിപ്പ് എടുത്ത് നമ്മൾ നെടുമ്പാശ്ശേരി എത്തി. അവിടെ നിന്ന് നമ്മുടെ ക്ലയൻറ്റിനെയും കൊണ്ട് നേരെ ഇടുക്കിയിലേക്ക് പോകണം. ഇപ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ ആദ്യമായിട്ടൊരു പള്ളിയിലച്ഛൻ കയറാൻ വേണ്ടി പോകണേണ്ട. നമ്മുടെ ഫാദർ USA നിന്ന് 21-ാം തീയതി ലാൻഡ് ചെയ്തതാണ്. സോ എന്നോട് 23-ാം തീയതി ട്രിപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാദറിനെ നേരെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ബാക്കി വഴിയെ പറയാം. ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വ്ളോഗ് ചെയ്തോ, നോ സീൻ, എന്നെ അധികം കാണിക്കണ്ടെന്നാണ് പറഞ്ഞേക്കണത്. നമുക്ക് നൈസായിട്ട് ഫാദറിനെയൊക്കെ കാണിക്കാം എന്ന് എനിക്ക് തോന്നണം. നമുക്ക് നോക്കാട്ടാ. നല്ല കമ്പനിയാണ് ഫാദർ എന്തായാലും. സോ നമ്മുടെ വണ്ടിയിൽ USA നിന്നുള്ള ഗസ്റ്റാണ്, അതും പള്ളിയിലച്ഛനാണ് കയറാൻ വേണ്ടി പോണത്. അതാ വെക്കാത്തോളേ. അപ്പം ഇന്ന് നമ്മുടെ വണ്ടി ഇടുക്കിയിലോട്ടൊക്കെ പോകട്ടാ. നമുക്ക് ഇവിടെ നിന്ന് ചെറിയ ട്രിപ്പ് എടുത്ത് നെടുമ്പാശ്ശേരി വരെ എത്തണം. അല്ലെങ്കിൽ പിന്നെ കാലി ഓടി പോകണ്ടേ നമ്മ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. പിന്നെ പേഴ്സണൽ ഓട്ടങ്ങൾ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകും, സീനില്ല. നിങ്ങൾക്ക് ട്രിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ, നൈസായിട്ട് വിളിച്ചോ, ഞാൻ വന്നിരിക്കും. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടി ഷെഡിൽ കയറ്റിയതുകൊണ്ട് വണ്ടി അഴുക്കായിട്ടില്ല. ഓൾറെഡി ഞാൻ ഇന്നലെ ക്ലീൻ ആക്കി ഇട്ടേച്ചാണ്. നല്ല മഴയുള്ള ദിവസമാണ് കുട്ടാ. രാവിലെ എല്ലാവരും ഇറങ്ങി ഓടണേണ്ട. സെറ്റ് പണിയെടുക്ക് പൈസ ഉണ്ടാക്കട്ടെ. പിന്നെ നമ്മളെ വാച്ച് ഇത് വൈഫ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. G-Shockന്റെ ബ്ലാക്ക് സാധനം ഒരെണ്ണം. അവൾക്ക് വാച്ച് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവളെനിക്ക് ഒരെണ്ണം പുതിയത് മേടിച്ചു തന്നിട്ടാ. മറ്റേൻ്റെ കളർ ഇത്തിരി മങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം ഹൗസിൽ നിന്നാണ്ടാ ഞാൻ മേടിച്ചത്. വാച്ച് അടിപൊളിയല്ലേ, നൈസല്ലേ. ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്. ഇവിടെയാണ് നമ്മുടെ കസ്റ്റമർ ഇരിക്കണേടാ. കസ്റ്റമർ നമുക്ക് പിക്ക് ചെയ്ത് ഇതിപ്പോൾ കടവന്തറിലേക്ക് അടിച്ചേക്കണത് 211 രൂപ. പിന്നെ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ പോയി പോവാം നെടുമ്പാശ്ശേരി വരെ. 8:30 മണി 9 മണിക്കുള്ളിൽ എത്തിയാൽ മതി എന്നാണ് ഫാദർ പറഞ്ഞേക്കണത്. സമയമുണ്ട്, നമ്മുടെ കയ്യിൽ ലോട്ട് ഓഫ് സമയമുണ്ട്. ഫാദറിൻ്റെ ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ ഒന്ന് അയച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് നോക്കാട്ടോ. കസ്റ്റമറെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിടാം. ഇവർ നമ്മുടെ വണ്ടിയിൽ മുമ്പും കയറിയിട്ടാണ് ഇടാ. ഒരു അപ്പനും അമ്മയും പ്രായമുള്ള കമ്പനി അടിച്ച് ഇങ്ങോട്ട് പോകുന്നു. 7:40 നമുക്ക് CNG അടിച്ചു ഒന്ന് ഫുള്ളാക്കി ഇട്ടേക്കാം. CNG ഉണ്ടായിരുന്നു ഓൾറെഡി. എന്നാലും നമ്മുടെ ടർബോനെ കൊണ്ട് അടിപ്പിച്ചാണ്. 56 കിലോമീറ്റർ ഓടി. എന്നാലും ഉണ്ട് കേട്ടോ അത്യാവശ്യം. 300 രൂപ കൂടി അടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. ഞാൻ CNG അടിച്ച് ഫുള്ളാക്കിയിടാം. നമുക്ക് ഇനി ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും എന്ന് നോക്കാട്ടോ. ഐ തിങ്ക് ഇതാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. സൂര്യ ഇത് തന്നെ ഫാദർ അപ്പോൾ അവിടെയുണ്ട് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടിടാം. മറ്റേ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞേ എൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടോളാൻ പറഞ്ഞു. ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടേണ്ട സൂര്യ ഹോട്ടലിൻ്റെ അങ്കമാലി. ആൻഡ് ഫാദർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു, ഫാദർ ഞാൻ താഴെയുണ്ട്, ഫ്രീ ആകുമ്പോൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫാദറിനെ ഞാൻ വരുമ്പോൾ തന്നെ കാണിക്കുന്നില്ല, മീൻസ് ഒന്ന് പരിചയപ്പെട്ട് ഫാദർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാണിക്കട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ ഫാദറിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ മുരിക്കാശ്ശേരിയിൽ ഞാൻ കൊണ്ടുവന്ന് ഫാദറിനെ വിട്ടിട്ട്
അവിടെ നിന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഗൈസ് അങ്ങനെ ഫാദറിനെ ഞാൻ പിക്ക് ചെയ്തിട്ടാ. ഫാദറിനെ പിക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചു. നല്ലൊരു അടിപൊളി വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഫാദർ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളി റെസ്റ്റോറന്റ് ആയതുകൊണ്ട്. അതെ, എന്ന് പറയുന്നത് ന്യൂ ബ്രൂംസ് സ്വീപ്പ് എന്ന് പറയുന്നത് പുതിയ ചൂല് നന്നായി അടിക്കും. അതെ, മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും. അതെ അതെ അതെ. ഫാദറിനൊന്ന് നൈസായിട്ട് പരിചയപ്പെടുത്താൻ പറ്റുമോ? അത്ര ഞാനിവിടെ എന്താ പറയുന്നത് ഇടുക്കിക്കാരനാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുക്കിക്ക് പോകണം. പേരൻസ് ഉണ്ട് അവിടെ. ഞാനിവിടെ അങ്കമാലിയിൽ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അമേരിക്കയിൽ ഞാനൊരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോയി ഒഹായോ 1 വർഷം ഉണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് വന്നിട്ട് 1 വർഷം ഇന്ത്യയിൽ നിന്നിട്ട് തിരിച്ച് അമേരിക്കയിൽ പോയി ഞാൻ ക്ലിനിക്കൽ പാസ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ചാപ്ലിനായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചാപ്ലിനും കേസ് മാനേജറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഫ്ലോറിഡ താമ്പയിലാണ്. വെക്കേഷന് നാട്ടിൽ വന്നിരിക്കുകയാണ്. 1 മാസം ഇവിടെ ഉണ്ടാവും. യെസ്, ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഫാദർ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി മുരിക്കാശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഞാൻ മുരിക്കാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട് ഇല്ലയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സ്ഥലം ഒരു പുതുമയുള്ള സ്ഥലമാണ്, തോപ്രാംകുടി അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പോയിട്ടുണ്ട്. വെട്ടു ഗൈസ്, ഞങ്ങൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. ഇപ്പം 20 മിനിറ്റ് ആയിട്ട് വെട്ടിരിക്കണണ്ട. വേണ്ട ഇത്രയും ബ്ലോക്ക് ആണ്ട. 22 മിനിറ്റ് ഇനിയും കാണിക്കുന്നുണ്ട് ബ്ലോക്ക് മാറാൻ. അതെ, തിരിച്ച് മലയാറ്റൂർ വഴി കയറിപ്പോവാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ കറങ്ങിയാ പോകേണ്ടത്. പക്ഷെ ഇനി തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മലയാറ്റൂർ എവിടെയാണോ? നമുക്കിപ്പോൾ ഇവിടെ അതിലെ പോയിട്ട് ആ കുറുപ്പമ്പടി അവിടെ പോയി ചാടാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നുണ്ട് വഴി. കയറണമെന്നുണ്ടെങ്കിൽ ഇനി കറക്കി എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇനി അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും പണിയാണ്. ആ റോഡിലേക്ക് നമ്മൾ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. ഇത് കാട്ടുന്നുണ്ടോ? ഇതിലിപ്പോൾ 11 മിനിറ്റ് സ്ലോവറാണ് നമ്മൾ നേരെ പോണ കാണിക്കുന്നത്. അതായത് നല്ല ബ്ലോക്കാണ്. ആലടിയിൽ നിന്ന് ഇതുവരെയും പാസ് ചെയ്തിട്ടുള്ളടാ 9:38 അതായത് 3/4 മണിക്കൂറിനടുത്ത് ഞങ്ങൾ ബ്ലോക്കിൽ തന്നെ കിടക്കുകയാണ്. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു പോസ്റ്റ്? അമേരിക്കയിൽ നിന്ന് വന്നിട്ട് അല്ലേ? അവിടെ ഇങ്ങനെ കിട്ടാറുണ്ടോ? എങ്ങനെയൊന്നും അമേരിക്കയിലേക്ക് പക്ഷെ ബ്ലോക്ക് വന്ന ബ്ലോക്ക് തന്നെയാണ്. അതെ, പക്ഷെ അവിടത്തെയൊക്കെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആണ്. ഇതൊക്കെ ഒരു 10 വർഷം മുമ്പേ അതോറിറ്റീസ് എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു ഇവിടെ. പക്ഷെ എല്ലാവരെയും പ്ലീസ് ചെയ്ത് വരുമ്പോഴത്തേന് ഇതൊന്നും നന്നാവില്ല. പട്ടി പുല്ല് തിന്നുമില്ല, പശുവിനെ തീറ്റും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷെ കമ്പാരിറ്റീവ്ലി കേരളം ഇപ്പൊ നല്ലതാണല്ലോ. അവസ്ഥയാണ് ഗൈസ്. വണ്ടികളെല്ലാം കുത്തിക്കയറ്റി ബ്ലോക്കായി കിടക്കുന്നു. വേറെ രക്ഷയില്ലടാ. റോങ് സൈഡൊക്കെ കയറി പോകണേ എല്ലാവരും. നമ്മ ഇതുവരെ പാസ് ചെയ്തിട്ടുള്ളടാ. മാക്സിമം 1 മണിക്കൂറിനടുത്ത് ആറായി. അതെ പെട്ട്. എന്ത് പോക്കാ പോണത്? റോങ് സൈഡാണ് കയറി പോയത്. ഒന്നും നോക്കില്ല, സിമ്പിളായിട്ട് കയറിപ്പോയി. പോലീസുകാരൊക്കെ അവിടെ നിൽക്കണട്ടാ. നോ സീൻ. അല്ല, ഇന്ത്യയുടെ സൈസും US-ന്റെ സൈസും നോക്കി കഴിയുമ്പോൾ US-ന്റെ സൈസിനേക്കാളും 5% അല്ല 3% കുറവാണ് ഇന്ത്യ. പക്ഷെ പോപ്പുലേഷൻ 3% ഇന്ത്യയിൽ കൂടുതലാണ്. അത്രയും ചെറിയ ഏരിയ വെച്ച് ഇത്രയും പോപ്പുലേഷൻ. ശരിയാണ്. അവരുടെ പോപ്പുലേഷൻ 320 മില്യൺ ആണ്. നമ്മുടേത് 1.5 ബില്യൺ ആണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്ര ശതമാനം കൂടുതലാണ്. അതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ടൗൺ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാട് മാത്രമേ കാണാനുള്ളൂ. 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ കാട്ടിക്കട തന്നെ ഇങ്ങനെ ഹൈവേ പോയിക്കൊണ്ടിരിക്കും. അവിടെ ഈ ഒരു ഏലിയൻ പോയിന്റ് ഉണ്ടല്ലോ, ഏലിയൻസ് വെസ്റ്റേൺ പാർട്ടില് അരിസോണ സ്റ്റേറ്റില്. ശരിക്കും അവിടെ ഏലിയനൊക്കെ വന്ന് പോവാറുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനെ കുറിച്ച്. പൊളിറ്റീഷ്യൻസ് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ നീണ്ടപാറ ഇടുക്കി ആ റൂട്ടിലോട്ട് കയറണേണ്ട. നേര്യമംഗലത്തെത്തി. അതെ, നേര്യമംഗലത്തെത്തി. നമുക്ക് അപ്പുറത്തെ റോഡ് എന്തോ ഇടിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇതിലേക്ക് കൂടി പോവാട്ടാ. മഴ തുടങ്ങിയപ്പോൾ തന്നെ റോഡ് ഇടിഞ്ഞു പോയിട്ടാ. ഈ വഴി കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓട്ടോച്ചേട്ടനോട് ചോദിച്ചപ്പോൾ നേരെ വിട്ടോ, സീനില്ലാന്ന് പറഞ്ഞു. അതെ, വണ്ടി നല്ല രീതിയിൽ ഒടിഞ്ഞിരിക്കണുള്ളത്. മറിഞ്ഞ് വീഴൂലല്ലേ? അതെ, ഇപ്പൊ സംഭവിച്ചേക്കണാണ്. ചവിട്ടി എടുത്തേക്കാം. നല്ലോണം ഒടിഞ്ഞിരിക്കണത്. നല്ല മഴ പെയ്തേക്കണോണ്ട് നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ.
നല്ലൊരു അന്തരീക്ഷം. ഞാൻ പറഞ്ഞില്ലേ മഴ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ. പോലീസുകാർ മേളിൽ കയറിയെന്ന് മുള വെട്ടണേണ്ട. ആ വണ്ടി ഒന്ന് ഇടിച്ച് കയറ്റിയതാണത്. ആ വണ്ടി ലോക്കായി പോയതാണ്, മുളയിലോട്ട് ഇടിച്ച് കയറ്റിയതാണ്. അങ്ങനെയാണ് സഹായിച്ചേട്ടാ. നെഞ്ചിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ നിർത്തി താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോകുള്ളൂ. ഇവിടെ നമുക്കൊരു ചെറിയ പേടി പോലെ തോന്നുന്നു. അതെ, ഇവിടെ ആൾക്കാര് കൈയൊക്കെ അടിച്ച്. ആണല്ലേ, അടിപൊളി. ഇവിടെ കൈ അടിച്ചിട്ട് എത്ര പോണ വണ്ടി അവസാനം പറയും താങ്ക് യു സാർ എന്ന് പറയുക. ഇതിന്റെ പേരെന്താണ് ഈ സ്ഥലത്തിന്റെ? ഇത് ചപ്പാത്ത്, പറയുന്നുണ്ട് പെരിയാർ വാലി ചപ്പാത്ത് എന്ന് പറയും. പെരിയാർ വാലി ചപ്പാത്ത് കട്ടപ്പനയ്ക്ക് ഷോർട്ടായിട്ട് പോകാനുള്ള സ്ഥലമാണിത്. മുരിക്കാശ്ശേരി, കട്ടപ്പന, തോപ്രാംകുടി വഴി പോകുന്ന റൂട്ടാണ്. കാലത്ത് 2018-ലൊക്കെ ആ വീടൊക്കെ മുറ്റത്തോടെ വെള്ളം ഒഴുകും. അവരെല്ലാം ഒഴിഞ്ഞു പോയതാണ്. മൊത്തം മുങ്ങിയിട്ടുണ്ടല്ലേ? പോകുന്നതാണ്, അവരെല്ലാം മുങ്ങി പോകും. ഇനിയിപ്പോ നമ്മ കയറാൻ പോണായിരിക്കും അല്ലേ? ഇനിയാണ് തന്റെ ബൈറ്റിംഗ് പോയിന്റ്സ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഒരു വളവുണ്ട്, ഏറ്റമാണ് കയറ്റമാണ്. റോഡ് നല്ലോ പണത് കേട്ടോ. റോഡ് നല്ലോണം പണത്. ഒന്നിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കയറുള്ളൂ. നല്ല ഏറ്റവും അല്ലേ? നീ കേട്ടോണം. ഏറ്റവും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇത് തന്നെയാണ്. അടിപൊളി. മഞ്ഞ കണ്ടോ? ആ വണ്ടി വെറുതെ കൂളായിട്ട് കയറി പോല. 800. എനിക്ക് എന്റെ ആദ്യത്തെ വണ്ടി 800 ആയിരുന്നു. ഇവിടെയൊക്കെയായിരുന്നു പൊളിഞ്ഞ് കിടന്നത്. അതൊക്കെയാണ് നന്നാക്കി. പെട്രോളിലോട്ട് ഞാൻ മാറ്റിയിട്ടില്ല, ഗ്യാസിൽ തന്നെ അവിടെ കയറുന്നുണ്ട്. അടിപൊളി. ഇവിടെയൊക്കെ വന്നെത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇവിടെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് പീസ്ഫുൾ ആണ്. ഒരു സെറീനിറ്റി, ഇങ്ങനെ എന്താ ഒരു ഭയങ്കര സുഖമാണ്. പക്ഷെ ഇവിടെ ഇഷ്ടപ്പെട്ട ഒന്നും ആൾക്കാരെ താമസിക്കാൻ അനുവദിക്കില്ല. ഗവൺമെന്റ് ഇറക്കി വിട്ടുകൊണ്ട് ആൾക്കാരെ. ഇവിടെ ഉണ്ടായിരുന്ന പല വീടുകൾ ഇറക്കി. ഉരുളുപൊട്ടുള്ളത് കൊണ്ട് 4-5 പേര് മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അവരുടെ പറമ്പുകളൊക്കെ ഉണ്ട്, റബ്ബർ അങ്ങനെയുള്ളതുകൊണ്ട് ആൾക്കാർ വന്ന് കൃഷി എടുത്തിട്ട് പോകും. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെ അല്ല അവര് ഒഴിവാക്കി ഗവൺമെന്റ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ. ഇവിടെ താമസമില്ല. ഞാൻ പറയാതെ ഇടുക്കിയിലെ ജീവിതം ബേസിക്കായിട്ട് ഞാൻ പറയാണ്, ഈ പീസ്ഫുൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലങ്ങൾ. ഇവിടെ എന്നാലും കാര്യം ഞാൻ ആരോടും താമസിക്കാൻ പറയില്ല. ഇവിടെ കൃഷി മാത്രമേ ഉള്ളൂ. അതെ. ആനയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല മ്ലാവുകളൊക്കെ അവിടുന്ന് വന്നാലേ നമ്മുടെ മാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ 50 വർഷത്തെ ജീവിതത്തിൽ അങ്ങനെ കാട്ടുമൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. ഒരു കാട്ടുമൃഗങ്ങളെ, പാമ്പ് ഇഷ്ടം പൊടിയുണ്ടോ, മൂർക്കനുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട് നാളെത്തിരി. അത് ഇടിഞ്ഞ നാളല്ലേ ഇട്ടേക്കണ. ഇനി കുത്തന വളവാ കേട്ടോ.
ഇവിടെയൊക്കെ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ ബൈറ്റിംഗ് പോയിന്റ് നല്ല വളവാണ്. ഈ സ്ഥലത്ത് ഗവൺമെന്റ് വിട്ടുകൊടുക്കാൻ പറഞ്ഞു ഇവിടെ ഒരു പുള്ളിയോട്. പുള്ളി വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വളവ് അങ്ങനെ, അല്ലെങ്കിൽ ഇടിച്ച് നേരത്തെ നേരെയാക്കിയത്. ആ ഒറ്റ വീട്ടിൽ സെക്ഷൻ ഉള്ളതുകൊണ്ടാണ് ബസ് വരില്ലാത്തത്. ഇതും ഈ വളവും അവരിടിച്ച് നിരത്തി നേരെ ചില വളവെടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ആ ഒറ്റ വീട്ടുകാർ കാരണം. അടിപൊളി കയറ്റോണ്ടാ, കയറ്റമൊന്നും കയറ്റമല്ലേ, അതെ കുഴിയാണല്ലേ. അങ്ങനെ വണ്ടി 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 ഓടിച്ചു കഴിയുമ്പോ ടെൻസ്റ്റ് ആകാണ്ടിരുന്നാ മതി. അതെ, കൂളായിട്ട് തന്നെ അങ്ങോട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രേക്ക് ഓടി നിർത്തിയാൽ മതി. അല്ല, വണ്ടി ഇത് ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല റോഡൊക്കെ ഇറങ്ങി കളിക്കും. ടാർ ചെയ്തിട്ടുണ്ട്. അതെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർമാർ വന്നാൽ ചിലപ്പോൾ പെട്ടുപോകും. അല്ല, ഈ പണി തീരാത്ത സമയത്ത് ഇവിടുത്തുകാർക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ചെറായി ബീച്ചിൽ വർക്ക് ചെയ്തുകൊണ്ട് അച്ഛനായിരുന്നപ്പം ചെറായിലെ പിള്ളേര് ബൈക്കും കണ്ട് വന്നു. അവിടെ ചിന്നാർ കമ്പളികണ്ടം ചിന്നാർ റോഡില് രണ്ടാവന്മാർക്ക് ബൈക്ക് കയറ്റാൻ പറ്റില്ലാണ്ടാ പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞ് കയറ്റാൻ പറഞ്ഞു. ഞാൻ കയറ്റി കൊടുത്തവന്മാര് ബൈക്ക്. നമ്മുടെ ഒരുവിധം ഇച്ചിരി കൂടെ ഉണ്ട് കഴിഞ്ഞാൽ കയറ്റം തീർന്നു. കയറ്റം പള്ളിയാണോ? ഇവിടെ ഒരു കുരിശടി, ചെറിയ ഞങ്ങളുടെ പള്ളിയുടെ സബ് സ്റ്റേഷൻ. ബ്യൂട്ടിഫുൾ സീനായിരുന്നു. മോളിൽ ചെന്നത് പറയും. ഈ രണ്ട് വളവങ്ങൾ കയറ്റമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ സൂപ്പർ വളവാണ്. എന്റെ പൊന്നെ, കിഡിലെ വളവിട്ട. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ സീൻ കയറ്റിയത്. എന്റെ പൊന്ന ഫാദർ, പ്രൈസ് ദി ലോർഡ്. അടിപൊളി. എന്റെ പൊന്നോ, കൂടിട്ടോ സാധനം അടിപൊളി. ഇല്ല, കേറിയില്ല. അടിപൊളി. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആ കയറ്റം. ഇങ്ങനെ പോലെ കട്ടിപ്പിച്ച വന്നേക്കണത് പെട്ടെന്ന്. അടിപൊളി. സാധാരണ വീടുകളും എല്ലാം തുടങ്ങും ഇവിടെ. അതെ, എന്തായാലും ഫാദറിന്റെ വീടിരിക്കുന്ന സ്ഥലം അടിപൊളി കേട്ടാ. ഫാദറിന് തന്നെ അറിയില്ല ഫാദറിന്റെ വീട്. ഫാദറിന്റെ വീട് കഴിഞ്ഞു പോയി. അത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വഴി കൂടി വന്നതല്ല. അപ്പൊ അതാണ് സംഭവം. മനസ്സിലായിട്ടില്ല. വീടും തെറ്റിപ്പോയി. ഇതിലുണ്ട് ഇപ്പൊ വന്ന വഴിയാ. അവരുടെ വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന ഒരു ഫ്രണ്ടാണ്. ഇവിടെ ഒരാഴ്ച ഉണ്ടോ? വീട് മറന്നുപോയി. ഇത് ഞങ്ങളുടെ ടൗൺ അകത്തേക്ക്. ഞാൻ ജനിച്ചു അന്നൊക്കെ ഇവിടെ ഭയങ്കര ആളായിരുന്നു. നമുക്ക് ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് സൈഡാണോ വീട്? റൈറ്റ് സൈഡാണ്. അത് ഞങ്ങളുടെ കടയാണ്. ഓക്കെ. എന്റെ വീട് എവിടെയാണ്? ഇതല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ഫാദറിന്റെ വീട്ടില് അമ്മയാണല്ലേ. എല്ലാവരും പരിചയപ്പെടാം ഗൈസ്. ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. ഹായ്. വേളാങ്കണ്ണിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ? ഇവിടെ വേളാങ്കണ്ണിയല്ല, ഞങ്ങൾക്ക് ചെറായി ബീച്ചിൽ വേളാങ്കണ്ണി മുനമ്പം ബീച്ച് പളിപ്പുറം. ഇത് ഫാദർ തന്നെയാണ്. എന്റെ അമ്മോ, ലുക്കൊക്കെ വേറെ ലുക്കായിരുന്നു കേട്ടോ. അതെന്റെ അനിയന്റെ പിള്ളേര്. ഓക്കെ. പിള്ളേരുമാണ് ഇത്. എനിക്ക് ഒരു അവിടെ ഒരു അമേരിക്കയുടെ ഒരു കെൻടക്കി കേണലാണ്. ഇവിടെ കെൻടക്കി ഫ്രൈഡ് ചിക്കന്റെ സാൻഡേഴ്സിന്റെ അതേ ടൈറ്റില്. ഓക്കെ. കെൻടക്കി കേണൽ അവാർഡ് അല്ലേ? ഓക്കെ. നമ്മുടെ ഫാദറിന്റെ ഫാദറിന്റെ ജോസഫ് തെങ്ങുംകുടി.
ഓക്കെ. അമ്മയുണ്ട്, ചേട്ടനുണ്ട്. അതെ, ഞാനൊരു യൂട്യൂബറാണെന്ന്. അതെ, ഫാദറിന്റെ അമ്മയുണ്ട. അമ്മ നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തോളൂ. അതെ, ലോകം മുഴുവൻ ഇവരെയൊക്കെ കാണാൻ പോകും. ചേട്ടന്റെ പേരെന്താണ്? അപ്പൊ അമ്മയുടെ പേര് പെണ്ണമ്മ. ഓക്കെ. അതെ, രണ്ടാമത്തെ അതെ അതെ. അപ്പൊ നമ്മുടെ ഫാദറിന്റെ ഫാമിലി ആണ് ഗൈസ്. അപ്പൊ നമുക്കിനി ഫുഡ് അടിക്കാം. ഓക്കെ. യെസ്. അമ്മ കഴിക്കണേ? അമ്മ കഴിച്ചായിരുന്നോ? അതെ അതെ, കഴിച്ചു. ഞാൻ പക്ഷെ ബ്ലോക്ക് കിട്ടുന്ന നമ്മുടെ ഒന്നും ഇവിടെ അമ്മച്ചിയുടെ ഉണ്ടാക്കുന്ന അപ്പം ഭയങ്കര ഫേമസ്. ചുമ്മാ കഴിക്കാനാണ് രസമാണ്. ഇത് മറ്റേ വെള്ളപ്പം പോലെ തന്നെ അല്ലേ? ഇത് കള്ളയപ്പം എന്ന് പറയാം. കള്ളയപ്പം അടിപൊളിയാണ്. കറി കഴിക്കാണ്ട് ഒന്ന് കഴിച്ചു നോക്കിയേ. കറി കഴിക്കാണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. കൊള്ളാം. ഇവിടെ പുള്ളിയുടെ സ്കൂളിൽ നിന്നൊക്കെ അച്ഛന്മാര് ഇത് ഈ അപ്പം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണല്ലേ? കഴിക്കാം. പുള്ളിക്ക് അലർജി ഉണ്ട്. എനിക്ക് അലർജി ഉണ്ട്. എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ചിക്കൻ മേടിക്കാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല. എനിക്ക് പന്നി കഴിക്കോ? ഇല്ല, കുഴപ്പമില്ല. ചോദിക്കാറ് ഞാൻ അപ്പം കഴിക്കാറുണ്ട്. അതെ, ഐസപ്പ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇതൊന്നും അവിടെ ചിലപ്പോൾ കിട്ടാത്ത സാധനമായിരിക്കും. മീനാണോ? മീനാണ്, പക്ഷെ എന്താന്ന് പറയണേ, ഞങ്ങളുടെ ഒരു ടിപ്പിക്കൽ ഇടുക്കി ഫുഡാണത്. അവിടെ ഒന്നും കിട്ടത്തില്ല. ഏതായാലും മീന് എന്തോ തേങ്ങ ഉണ്ട്, പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു ഇല. അതെ അതെ, ഇലയുണ്ടല്ലേ? ഇത് ഇവിടുത്തെ അച്ചാറാണ്, കടയിലെ അച്ചാറൊന്നുമല്ല. എന്നാലും ഇതൊരു വെറൈറ്റി സാധനമാണ്. വെറൈറ്റി സാധനമുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ ചോറിലേക്ക് അത് മാത്രം മതി. ഇലയെന്ന് പറയുമ്പോ എന്തിലാണ് അതിൽ ആഡ് ചെയ്തേക്കണം? ഇതിന് പുളിയില എന്ന് പറയും. പുളിയില. മത്തി അല്ലെങ്കിൽ ചെറിയ മീനുകൾ. ഇത് മത്തിയാണ്. പിന്നെ കൊഴുവയുണ്ട്. നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് വേറെന്താ വേറെ കൊഴുവ. അതും അല്ലേ മത്തി. ഇത് രണ്ടും ഉണ്ട് ഇതിനകത്ത്. ഒരു തോണ ഒരു ഇച്ചിരി മുക്കി അതിന്റെ ചാറ് നോക്കുക. കഷ്ണം എടുക്കണ്ട. ബീഫിന്റെ കഷ്ണം കഴിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അതെ അതെ, ഒന്ന് കഴിച്ചോ. ഈ അപ്പവും ഈ ബീഫുമാണ് ഒരു ഭയങ്കര കോമ്പിനേഷൻ. അടിപൊളി ഗൈസ്. കിടിലൻ ഫുഡാണ്ടാ അമ്മ ഉണ്ടാക്കിയാണ്. താങ്ക് യു ഗൈസ്. അപ്പം ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. ഗൈസ്, എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് തന്നേക്കണേണ്ട അമ്മയും ചേട്ടനും കൂടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. മാങ്ങ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പുളിയഞ്ചി സ്പെഷ്യൽ ഉണ്ടായിരുന്നല്ലോ. പുളിയില വിത്ത് നത്തോലി അല്ലേ? മത്തി. ഇത് രണ്ടും കൂടി വെച്ചിട്ടൊരു കിഡിക്കാജി സാധനം ഉണ്ടാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും എനിക്ക് കുറച്ച് പാക്ക് ചെയ്തിട്ട് തന്നെ. ഇന്നിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇട്ടാൽ ഞാൻ പോകാൻ വേണ്ടിട്ടാ തിരിച്ച്. അപ്പച്ചൻ പോയി കിടന്നാരാ? ഗൈസ്, നമുക്ക് ഫാദറിന്റെ വീടിന്ന് ചുറ്റിക്കാണാം കേട്ടാ. അതെ, ഹോം ടൂർ. എല്ലാ പഴങ്ങളും ഉണ്ട്. അടിപൊളി. അത് മുറ്റത്ത് തന്നെ, പക്ഷെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. ഇത് ആണോല്ലേ? ഇത് വലുതാകണം. അമ്പഴങ്ങ. ഇതെനിക്ക് തോന്നുന്നു ബഡിങ് ആണോ ഇത്? ബഡിങ്. അനീത്തിയുടെ ആണ് ഇതല്ല. അടിപൊളി. അനീത്തിയെല്ലാം കൃഷി ചെയ്തിട്ട് പോയതാണ്. ഇത് ബട്ട് പ്ലാവാണ്. ഇവിടെ എല്ലാ സംഭവം ഉണ്ട് കേട്ടാ. ചക്കയൊക്കെ ഉണ്ട്.
ഇവിടെയൊക്കെ ഇത് മറ്റേ റംബൂട്ടാനല്ലേ? ഇത് റാംബൂട്ടൻ 2 സൈഡിലുണ്ട്. അപ്പുറത്ത് ഞാൻ കഴിഞ്ഞ വന്നത് താമസിച്ചാണ്, അപ്പൊ എല്ലാം പഴുത്ത് ചുമന്നായി കിടക്കുക. ഇതിപ്പോ ആയി വന്നോളല്ലേ? ഇത് നമ്മ വല കെട്ടി മൂടണ്ടേ? ഇത് ശരിക്കും അതൊന്നും ഞങ്ങളിവിടെ ചെയ്യാറില്ല, ഉള്ളതുകൊണ്ടൊന്നും ചെയ്യാറില്ല. ഇവിടെയായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. ഇവിടല്ലേ സ്ഥലത്ത് എല്ലാം കുരുമുളകുകളാണ്. ഓക്കെ, പേര എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഇത് ജാതിക്ക അല്ലേ? ജാതി. ഈ പറമ്പ് നിറയെ ജാതിയാണ്. താഴോട്ട് സ്ഥലം മുഴുവൻ. അടിപൊളി. ഇപ്പൊ മൊത്തം ഉണ്ടല്ലേ അടിയോട്? അയ്യോ, ഇതിപ്പോ 2 വ്ലോഗ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ വീട്ടിലെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. ഒരു എക്സ്ട്രാ ബ്ലോഗ് വരുമെന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ വാളംപുളി, കൊടംപുളി. ഞങ്ങളുടെ ആവശ്യത്തിനുണ്ടാവും. ഓക്കെ, ഉണ്ട്, പുളിയുണ്ട്, ഉണ്ടായി വന്നേ ഉള്ളൂ. കണ്ടോ പുളി കിടക്കുന്നുണ്ട് ചെറുതായിട്ടുള്ള. മനസ്സിലായി. ഇത് കറുവപ്പട്ട, ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ തന്നെ വെട്ടിയെടുത്ത് ഉണങ്ങും. ഇത് പുതിയതായിട്ടുണ്ടായ ഒരു കോഴിക്കൂടാണ്. എന്താടി മുട്ട കൊണ്ടല്ലോ? പൂവനില്ല, പൂവനെ കൊന്നു. പൂവനൊക്കെ ചുട്ടടിച്ചെന്നല്ലേ? ഏലം. അടിപൊളി. എല്ലാം ഉണ്ടല്ലേ? അടിയിലോട്ടൊക്കെ എത്ര സ്ഥലം ഉണ്ട്? 4 ഏക്കറാന്ന് തോന്നുന്നു. 4 ഏക്കറുണ്ട്. എൻ്റെ ദൈവം. അത് കൊക്കോ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള കൃഷി കൊക്കോയും ഗ്രാമ്പുമാണ്. കൊടി അപ്പുറയുണ്ട്. റബ്ബർ ഇവിടെയാണോ? അവിടെ കുറച്ച് റബ്ബറുണ്ട്. ഇവിടെ നിന്നോളാം. ഞങ്ങളുടെ മേത്ത് കാണുന്നിരുന്ന ആൾ ചക്ക ഇടാൻ പോണേ. ചക്ക അത് കാണും. അതൊരു എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ചേട്ടൻ ചക്ക ഇടാൻ പോവുകയാണ്. ഗായ്സ്, അതെ, ചക്കയിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്താടാ മൂത്തോണ്ടോ? എങ്ങോട്ടോ? ആ സൈഡിലേക്ക്. ഓക്കെ, അവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും, ഞാൻ പിടിക്കാം. കൊണ്ടുപോവാ. അടിപൊളി. ചേട്ടച്ചെറൻ ചക്ക ഇടാൻ വേണ്ടി കയറിയിട്ടാ. ഫാദർ ഇവിടെ ഉണ്ട്, ചക്ക കാച്ചു പിടിക്കാൻ നിൽക്കുന്നു. പിടിക്കാൻ നിൽക്കണ്ട, തെറിച്ചു പോകണം. അതെ. കറക്റ്റായിട്ട് വന്നു നിന്നിട്ടുണ്ട്. ചേന എവിടെ? ചേനയാണല്ലേ ഇത്? ഓക്കെ. വലിയ മാങ്ങ, ഗോമാങ്ങ, അതിൽ മുഴുവൻ മൂത്ത് കിടക്കുന്ന മാങ്ങ. അപ്പുറത്തല്ലേ? ചാക്കോട് വന്ന് പറിച്ചു. അപ്പൊ അവിടെ നിന്നാണോ പറിച്ചത് അമ്മ? ഇത് വലിപ്പമൊന്നും അല്ലാട്ടോ. ചെറിയ കാറ്റവും പഴയ മരങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ കായുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ താഴെ ഇറങ്ങാൻ പറ്റുന്നത്. അത് കുഴപ്പമില്ല, ഇത് മതി. മറ്റതുണ്ടാക്കാനാണ് ആ ചക്ക ഉപയോഗിക്കുക. ചക്ക പുഴുക്ക് അത് ഇന്ന് തന്നെ ചെയ്യണം. ഇത് ഇച്ച മൂപ്പ് കൂടുതലായത്, അത് പെട്ടെന്ന് പഴുക്കും. അത് ചിലപ്പോ ഇന്ന് തന്നെ കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ചക്ക റംബൂട്ടാൻ. ഇത് ഏത് മാസമാണ് ശരിക്കും ഇത് പഴുക്കണത്? ഒക്ടോബർ ആവും അല്ലേ? ബാക്കിലെല്ലാം സെറ്റ് ചെയ്തിട്ടാ. ചക്ക, മാങ്ങയൊക്കെ നമുക്ക് ഉള്ളിലോ? അത് ഫ്രണ്ടിൽ വെച്ചാൽ മതിയല്ലോ. അതെ, ഇത് കുരുമുളകാണ്. കുരുമുളക് അല്ലേ? അടിപൊളി. ഇത് ഇത് മറ്റേ ടേസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? അടിപൊളി. ഇവിടെ വെച്ചേക്കാം. ഏതാ? ചിക്കൂസ്. ഓക്കെ. ഒരു മാവേ തന്നെ 2 മാങ്ങ വന്നേക്കാം. കണ്ടോ? കൊള്ളാലോ. അതെ, ചോട്ടില്. ശരി, ഞാനൊരു പൊങ്ങച്ചം പറയാന്ന് ഓർത്തതായിരുന്നു. നൈസായിട്ട് ചീറ്റിപ്പോയി വീടല്ലേ? ഇത് പഴുത്താണല്ലോ. കൊള്ളാം. ഇതൊരു 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ
പഴുത്ത്. ചിക്കു അല്ലേ അത് കുഴപ്പമില്ല, ഉണക്കി എടുത്താൽ മതി. എന്ത് സാധനം? നിങ്ങൾ പത്രിയില്ലേ ബിരിയാണിക്കൊക്കെ ഇടുന്നേ, അത് ജാതി പത്രി. ജാതിക്ക ഈ സാധനം തന്നെയാണല്ലേ? പിന്നെ ചുമപ്പായിരിക്കും. ഞാൻ വളർത്തിയ തേനീച്ചക്കൂട് ഇതേ കളറിൽ ഉണങ്ങിയെടുക്കണ്ടാണ്. തേനീച്ചക്കൂടുകൾ ഞാൻ പോണതിന് മുമ്പ് കളക്ട് ചെയ്ത് ഒരു കൂട്ടിന്ന് 10-15 വരെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ ഉണ്ടോന്നറിയില്ല, പക്ഷെ പുള്ളി 3 ലിറ്റർ വരെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തേനീച്ച കുടിക്കണം. ചെറുതേനി ചെറുതേൻ മഴക്കാലത്ത് കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ നോക്കാത്തതിന് കുഴപ്പമില്ല. തേനെടുക്കാൻ താല്പര്യ മെയിൻറ്റെയിൻ ചെയ്യണം. ഓ, അത് ഈ സാധനം കുത്തൂല് പിടിച്ചപ്പോ നമ്മൾ എടുക്കുമ്പോ ചെറുതായിട്ടൊക്കെ അടിക്കും. അതെ, എന്നെ ഒച്ച കേട്ട സാധനം എന്നെ ശല്യം ചോദിക്കും. മാപ്പൂന്നല്ലേ? മാപ്പു പൂച്ചപ്പട്ടി പോലെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അവന് 10 വയസ്സായി കഴിഞ്ഞപ്പോ കണ്ട് ഒരു നാട് കടത്തി. അതെ, ആ പേര് തന്നെ ഇവര് കൊടുത്തു. അതെ. ഈ മാങ്ങ ഇവിടെ പറിച്ചു വെച്ചാണ്. അതെയോ? വണ്ടി നിറച്ചും സാധനങ്ങളായി, ബാക്കിലൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ്. ഫാദറും ചേട്ടനും അമ്മയും കൂടി കുറേ സാധനങ്ങൾ തന്നു. അമ്മ അവിടെ ഇരുന്നു. അതെന്ത് സാധനം? ചിക്കു അല്ലേ? അടിപൊളി. ടേസ്റ്റ് ഉണ്ടോ? ഒരു കുരുവുണ്ടല്ലോ ഇതിന്. കഴിക്കും. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അടിപൊളി. അതെ, ഫാദർ താങ്ക് യു സോ മച്ച്. നല്ല ട്രിപ്പായിരുന്നു. അതെ, അതെ, താങ്ക് യു. പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ആ, ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. ബൈ. ഫാദറിന്റെ സ്നേഹം കണ്ടോ? എല്ലാവരും അടിപൊളിയായിരുന്നേട്ടാ, അടിപൊളി. ഇത്രയൊക്കെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര സന്തോഷോട്ടോ ഗൈസ്. അടിപൊളിയായിരുന്നേട്ടാ. ഫുഡും കഴിച്ച് ഇതുണ്ടോ, വണ്ടിയിൽ ഫുള്ള് മാങ്ങ, ചക്ക എല്ലാം ഉണ്ട്. കുരുമുളക്, തേങ്ങ, എല്ലാ സാധനവും തന്നിട്ടാ. അമ്മ അവിടെ ഒരു കിടില സ്പെഷ്യൽ കറി ഉണ്ടായിരുന്നു. അതായത് ഒരു പുളി ഇലയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. മീൻ കറി ആണെങ്കിലും എൻ്റെ അമ്മോ അടിപൊളി എന്നൊക്കെ പറയൂലേ, നല്ല മുളക് ചാറൊക്കെ വെച്ചാൽ. അങ്ങനെ ഇപ്പം ഞാൻ വന്ന വഴിയല്ല കേട്ടോ ഗൈസ് പോണത്. നമുക്ക് നമ്മുടെ KL43 ഗ്രൂപ്പിൽ നിന്ന് ഒരു ട്രിപ്പ്, ഞാൻ ലൊക്കേഷൻ ഇട്ടിരുന്നു ലൈവിൽ. ഒരു ട്രിപ്പ് എനിക്ക് തിരിച്ചും കിട്ടിയിട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ കാണുന്നുണ്ട് പിക്ക് ചെയ്യാൻ പോകാൻ. അപ്പോൾ നമുക്ക് ആ കസ്റ്റമറേയും കൂടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാടാ. ഞാനവിടെ 30 കിലോമീറ്റർ ഇപ്പുറത്താന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഈ ട്രിപ്പും കൂടി കിട്ടിയിട്ടാ. അയ്യോ, എനിവേ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. എന്തായാലും ഫാദർ വേറെ ലെവലാണ്ടാ. കുറേ കാര്യങ്ങൾ, കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. ഹാപ്പി. എന്നാലും നമ്മുടെ ഇടുക്കിക്കാരുടെ ഹോസ്പിറ്റാലിറ്റി രക്ഷയിലടാ. വേറെ മൂഡ്. എന്ത് സ്നേഹമാണ് കഴിച്ച എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫാദർ. ഗൈസ്, നമ്മുടെ കൂടെ വണ്ടിയിൽ കയറിയേക്കണ മച്ചാൻ, അതായത് വേദിക് ഫാം അല്ലേ? വേദിക് വില്ലേജ്. അതായത് നമ്മ മൂന്നാർ റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആക്ടിവിറ്റീസ് ലൈക്ക് ആന സവാരി, പിന്നെ ഗാർഡൻ വിസിറ്റ്, പിന്നെ കളരിപ്പയറ്റ്, സിപ്പ് ലൈൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെയൊക്കെ
ആ എന്താണ് വേദിക് വില്ലേജിൻ്റെ മാനേജറാണ് നമ്മുടെ വണ്ടി കയറിയേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഗസ്റ്റ് ആയാലും നമ്മുടെ ടാക്സി മച്ചാന്മാർക്കായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ മൂന്നാർ റൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഗസ്റ്റിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും പ്രിയപ്പെട്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ വില്ലേജ് ഫാം, വേദിക് വില്ലേജ്. അപ്പോൾ നിങ്ങൾ ഇനി പോകുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകാൻ വണ്ടി ഇല്ലാന്നുണ്ടെങ്കിലും എൻ്റെ വണ്ടി വിളിക്കാം അല്ലേ, എല്ലാ സൗകര്യങ്ങളും സെറ്റാക്കി തരൂലേ, അടിപൊളിയാക്കി തരും. അപ്പോൾ മച്ചാന്മാരെ നമുക്കിന്ന് 2 VIP-കളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയേട്ടാ. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി നേരെ നമ്മുടെ ചേട്ടനെ ചന്ദ്രൂര് കൊണ്ടേ ആക്കുന്നു. അവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ മൂന്നാർ പോകുമ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഉണ്ടല്ലോ, റൂംസ് അടക്കം, ടെന്റ് സ്റ്റേ, റൂംസ്, എലിഫന്റ് സഫാരി, സിപ്പ് ലൈൻ, പിന്നെ ഈ മറ്റേ ഊനാലൊക്കെ ഉണ്ടെന്നോ മറ്റേ എല്ലാം ഉണ്ട്, മറ്റേ സ്വിങ്. അതെ അതെ അതെ, എല്ലാ പരിപാടിയും ഉണ്ട് മച്ചാന്മാരെ. അപ്പം എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും, നിങ്ങളെ ഞാൻ ഒരു ദിവസം ഫുൾ പാക്കേജ് ഇട്ട് കറക്കാം. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ചേട്ടനെ പരിചയപ്പെടുത്തോ. ഹൈ 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 ഹൈ. ചന്ദ്രൂരിലേക്കായിരുന്നേട്ടാ, അതെനിക്ക് 1500 കിട്ടി, പിന്നെ ഫാദറിൻ്റെ ഒരു 5000 കിട്ടിയായിരുന്നേട്ടാ. സോ പിന്നെ ഒരു 240 റുപ്പീസും നമുക്ക് കിട്ടിയായിരുന്നു. സോ നമുക്ക് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റിയേക്കണത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10 ദിവസത്തെ ഏണിംഗ് ചലഞ്ചിൽ നമ്മൾ ഈ കാണുന്ന എമൗണ്ട് ആട്ടോ നമ്മൾ ഏൺ ചെയ്തേക്കുന്നത്. ഓക്കെ, നന്ദി, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ഞാൻ ടയേർഡാണ് ഗൈസ്, രാവിലെ 5:30 എണീറ്റതാണ്. ഇനി കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ, എൻ്റെ നടു ഒടിഞ്ഞു ഗൈസ്.